ഇന്നലെ രാത്രി കൊട്ടിയത്ത് നിന്നും കൊല്ലത്തേക്ക് യാത്ര ചെയ്യവെയാണ് സ്ത്രീക്ക് ദുരനുഭവമുണ്ടായത്. മേവറം കഴിഞ്ഞപ്പോഴായിരുന്നു നഗ്നതാ പ്രദർശനം. ദൃശ്യങ്ങൾ യുവതി പിന്നീട് പകർത്തുകയായിരുന്നു. ഞാൻ കൊട്ടിയത്ത് നിന്ന് കൊല്ലത്തേക്ക് പോവുമായിരുന്നു. മേവറം കഴിഞ്ഞൊരു പള്ളുമുക്ക് അടുക്കാറായപ്പോ തൊട്ട് എനിക്കൊരു സംശയം ഡൗട്ട് തോന്നിയിട്ട് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യാന്ന് തീരുമാനിച്ചു. അങ്ങനെ വീഡിയോ റെക്കോർഡ് ചെയ്തതാ. ഇല്ല, ഞാൻ ആ ടൈമിന് ഇച്ചിരി പാനിക്കായി. അതുകൊണ്ട് അതൊന്നും ഷെയർ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഇറങ്ങിയതിന് ശേഷം പുള്ളി കൊല്ലത്ത് തന്നെയാണ് ഇറങ്ങി. ഈ പ്രതിയുടെ മുഖം വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചുകൊണ്ട് ഇയാളെ എത്രയും വേഗം കണ്ടെത്തുക എന്ന ഒരു നീക്കമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നത്. കൊല്ലം സിറ്റി പോലീസ് ഈ പ്രതിയെ കണ്ടെത്താൻ ലുക്കൌട്ട് നോട്ടീസ് ഉടൻ പുറപ്പെടുവിക്കും. അതിനോടൊപ്പം തന്നെ CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ചുകൊണ്ടുള്ള അന്വേഷണവുമായാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. യുവതി നിലവിൽ പോലീസിൽ പരാതി നൽകിയിട്ടില്ല. ഉടൻ തന്നെ പോലീസിൽ പരാതി നൽകും. ഈസ്റ്റ് പോലീസിലായിരിക്കും പരാതി നൽകുക എന്നതാണ് യുവതി തന്നെ അറിയിക്കുന്നത്. അതുപ്രകാരം കേസെടുത്തുള്ള അന്വേഷണവും നടക്കും. എന്തായാലും എത്രയും വേഗം ഇയാളെ കണ്ടെത്തണം. കാരണം അങ്ങനെ ഒരു വൈകൃത സ്വഭാവത്തിന്റെ ഉടമയാണ് ഇയാൾ എന്നത് ആ ദൃശ്യത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അധികം തിരക്കില്ലാത്ത ഒരു സമയമാണ്, യാത്രക്കാർ കുറവായിരുന്നു. ആ സമയത്താണ് ആ യുവതിക്ക് നേരെ അങ്ങനെ ഒരു നഗ്നതാ പ്രദർശനവും അശ്ലീല രീതിയിലുള്ള പെരുമാറ്റവും ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. മുഖം വ്യക്തമാണ്, പക്ഷേ ആളെ തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഏതായാലും ഇയാളുടെ ഫോട്ടോ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ലുക്കൌട്ട് നോട്ടീസ് കൊല്ലം സിറ്റി പോലീസ് ഉടൻ പുറത്തിറക്കും. ഇന്നലെയാണ് രാത്രിയാണ് ഇങ്ങനെ ഒരു ദുരനുഭവം ആ യുവതിക്ക് നേരിടേണ്ടി വന്നത്. കൊട്ടിയത്ത് നിന്ന് കൊല്ലത്തേക്ക് ബസ്സിൽ വരികയായിരുന്നു. KSRTC ബസ്സിൽ ഫാസ്റ്റ് പാസഞ്ചർ ഒരു ബസ്സായിരുന്നു. ആ ബസ്സിൽ വെച്ചാണ് ഇങ്ങനെ ഒരു ദുരനുഭവം ആ യുവതിക്ക് ഉണ്ടായത്. മേവറം ഭാഗം കഴിഞ്ഞത് മുതലാണ് ഇയാളുടെ ഈ സ്വഭാവം, ഇയാളുടെ ഈ വൈകൃതം, ഇയാളുടെ ഈ ചെയ്തികളൊക്കെ ആ യുവതിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അതിനെ തുടർന്നാണ് ആ മൊബൈൽ ഫോണിൽ ഒരു തെളിവായി തന്നെ അത് പകർത്തിയതും പിന്നീട് പോലീസ് നടപടികളിലേക്ക് ഉൾപ്പെടെ കടക്കാൻ യുവതി തീരുമാനിച്ചതും. ആ ബസ്സിൽ മറ്റ് യാത്രക്കാർ ചിലരുണ്ടായിരുന്നു. പക്ഷേ കണ്ടക്ടറോടോ ഒന്നും തന്നെ ആ യുവതി അങ്ങനെ ഒരു കാര്യം പറയാനായിട്ട് തയ്യാറായില്ല. കാരണം അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലും അല്ലായിരുന്നു ആ യുവതി ഉണ്ടായിരുന്നത്. എന്തായാലും നിലവിൽ പോലീസ് നടപടികളിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണ്. ഉടൻ തന്നെ കൊല്ലം ഈസ്റ്റ് പോലീസിൽ യുവതി പരാതി നൽകും. അതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്തുള്ള അന്വേഷണവും നടക്കും. ഏറ്റവും ഒടുവിലായിട്ട് ലഭിക്കുന്ന വിവരമാണ് ഇയാൾക്ക് വേണ്ടി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചുകൊണ്ടുള്ള അന്വേഷണം നടക്കും. പോലീസ് നിലവിൽ നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലാവുന്നത് ഇയാൾ കൊല്ലത്ത് ബസ് ഇറങ്ങി അതിനുശേഷം ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ്സിൽ കയറി ഇയാൾ പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ബസ് സർവീസ് വിവരങ്ങൾ അടക്കം ശേഖരിച്ചുകൊണ്ടുള്ള അന്വേഷണവുമായാണ് പോലീസ് നീങ്ങുന്നത്.